ഹലോ, മൈനാസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സദ്യ സ്പെഷ്യൽ നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. വലിയ നാരങ്ങ അച്ചാർ. ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മുടെ ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. നമ്മൾ നാരങ്ങ ക്ലീനാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞരിഞ്ഞെടുത്തത്, ഗാർലിക്ക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പച്ചമുളക് റൗണ്ടിന് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, നിങ്ങൾക്ക് ഏത് ചില്ലി ഉപയോഗിക്കാം. കായപ്പൊടി എടുത്തിട്ടുണ്ട് 1/2 ടീസ്പൂണ്, പിന്നെ ഉലുവ, ഒരു നുള്ളുലുവ, ആവശ്യത്തിന് ഉപ്പ്. അച്ചാറിന് ഇച്ചിരി കൂടുതൽ ഉപ്പ് വേണം. പിന്നെ ഇത് ഉണ്ടാക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ, നിങ്ങൾക്ക് ഏത് എണ്ണയാണ് താല്പര്യം അത് ഉപയോഗിക്കാം. ഈ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്, വലിയ നാരങ്ങ. അതിൻ്റെ തൊലി ഇങ്ങനെ കളഞ്ഞിട്ടുണ്ട്. മൊത്തം തൊലി എടുത്തിട്ടില്ല, എന്നാൽ തൊലി കുറേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ അത് കഴിക്കും. ഇനി ഇതിനെ മുറിച്ച് ഇങ്ങനെ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പീസാക്കി എടുത്ത നാരങ്ങകളെയാണ് നമ്മൾ കട്ടിംഗ് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അച്ചാറിന് ഈ വലിയ നാരങ്ങ അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പം കൂട്ടുകാരെ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനകത്ത് കടുകും മുളകും ഒക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഗാർലിക് ഇട്ട് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ അതിനകത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഞാൻ 1/2 കിലോ ഉള്ള ഒരു നാരങ്ങയാണ് എടുത്തത്. അതിന് 100 ഗ്രാം ഗാർലിക് എടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അച്ചാറിന് വെളുത്തുള്ളി കൂടുതൽ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഓണത്തിനും സദ്യക്കുമൊക്കെ നമുക്ക് ഈ വലിയ നാരങ്ങയുടെ അച്ചാറാണ് നല്ലത്. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നല്ല ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കായം, ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ പൊടിവർഗ്ഗങ്ങൾ ഇട്ട് കൊടുക്കാൻ. മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കണം. നാരങ്ങയിൽ നേരത്തെ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുകയാണ്. ആ നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നാരങ്ങ ഇട്ട് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കത്തില്ല, കാരണം നാരങ്ങയിൽ ആൾറെഡി വെള്ളമുണ്ട്. ഇത് ചെറു തീയിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ. ഓണത്തിന് നമുക്ക് സദ്യക്ക് ഈ അച്ചാർ തന്നെ വേണം. ഞാൻ ചെറു തീയിൽ വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വലിയ നാരങ്ങയ്ക്ക് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പേര് പറയുന്നത്? ഇതിന് വേറെന്തോ പേര് കൂടെ പറയും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. കുറേ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ നിങ്ങളതൊന്ന് നോക്കണേ. ഞാനിടുന്ന ഒരു റെസിപ്പിക്കും ഒരു കളറും ഒന്നും ചേർക്കില്ല. നമ്മൾ നല്ല തനതായ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നാടൻ വിഭവങ്ങളാണ് കൂടുതലും. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.